ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. ഒരു ദൈവവിശ്വാസി ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനും പുതുക്കാനും ഉപയോഗിക്കുന്ന കുറുക്കുവഴിയാണ് പ്രാർത്ഥന. എല്ലാ അടങ്ങിയ വാതിലുകളുടെയും താക്കോലാണ് പ്രാർത്ഥന. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഭാഷയിൽ ആത്മാവിൻ്റെ അലയടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെ പല രൂപത്തിലും ഭാവത്തിലും പലവിധ വർണ്ണനകൾ ചേർത്തും നിർവചിക്കാറുണ്ട്. പ്രാർത്ഥന ഒരിക്കലും ദൈവത്തിൽ മാറ്റം വരുത്തുന്നില്ല, എന്നാൽ പ്രാർത്ഥിക്കുന്നവനിൽ മാറ്റം വരുത്തുന്നു. ക്രൈസ്തവരെല്ലാം പുണ്യം പൂക്കുന്ന കാലമായ നോമ്പ് കാലത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ കൂടുതൽ വളരുവാനും പുണ്യപ്രവൃത്തികളിൽ നമ്മെ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കാനും വീണ്ടും ദൈവം നൽകിയ ഒരവസരമാണ് ഈ തപസ്സുകാലം. ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ നമ്മോട് പറയുന്നതും പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് തന്നെയാണ്. വിജാതീയരെ വിമർശിക്കുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ആഴത്തെ അളക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടി വിജാതീയർ വാചകസർത്ത് നടത്തിയിരുന്നു, പ്രത്യേകിച്ച് അഭിസംബോധന വാക്കുകളിൽ. ഇത് നിഷ്പ്രയോജനകരവും അർത്ഥശൂന്യവുമാണെന്ന് ക്രിസ്തു അടിവരയിട്ട് പരാമർശിക്കുന്നു. ആവർത്തിച്ചുള്ള പ്രാർത്ഥനകളെയും നീണ്ട പ്രാർത്ഥനകളെയും നിരോധിക്കുകയല്ല യേശു ചെയ്യുന്നത്, മറിച്ച് പരിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണമെന്നാണ് ക്രിസ്തു ശാഠ്യം പിടിക്കുന്നത്. തുടർന്ന് സുവിശേഷ ഭാഗത്ത് ക്രിസ്തു അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. കർത്തൃപ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. ദൈവത്തെ പിതാവെന്ന് സ്നേഹത്തോടെ വിളിക്കാൻ അവൻ പകർന്ന വലിയ പാഠം. യഥാർത്ഥ പ്രാർത്ഥന എന്തെന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിനാണ് നാം ഇന്ന് സാക്ഷികളാകുന്നത്. വെറും അധര വ്യായാമത്തിലേക്കും അതിഭാഷണത്തിലേക്കും പ്രാർത്ഥന പോകാതെ സമകാലിക സമൂഹത്തെ കൃത്യമായി വിലയിരുത്തി യേശു തൻ്റെ തിരുത്തലുകൾ നൽകുന്നതായി നാം കാണുന്നു. യേശു പഠിപ്പിച്ച പ്രാർത്ഥന അധരങ്ങളാൽ ഉരുവിടുന്ന വാക്കുകളിലേക്ക് ഒതുങ്ങുന്നില്ലെന്നും അതിൻ്റെ സത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പിതൃപുത്ര ബന്ധത്തിൽ ഊഷ്മളതയിൽ സമർപ്പിക്കുന്നതാകണമെന്നും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നാം ഇപ്പോൾ നോമ്പുകാലത്തിലാണ്. നോമ്പുകാലം നൊമ്പരങ്ങളുടെ കാലമാണ്. സ്വയം ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങളുടെ കാലം. മനുഷ്യൻ മാനവികതയും ദൈവികതയും നേടേണ്ട കാലം. സ്നേഹം കൊണ്ട് സ്നാനം ചെയ്യപ്പെടേണ്ട കാലം. ഈ നോമ്പുകാലത്തിൽ പ്രാർത്ഥനയാകുന്ന ആയുധം എടുത്തുകൊണ്ട് ക്രൂശിതന് പിന്നാലെ അവനെയും സഹായിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.